അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ ഡെലിവറിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ലോങ് വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പ്രഗ്നൻ്റ് ആവുന്നതും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുന്നതും എല്ലാം ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്നറിയോ, 27-ാം രാവിനാണ് എൻ്റെ ഡെലിവറി വരുന്നത്. പിന്നെ നമ്മുടെ നിഷുക്കുട്ടൻ്റെ ബർത്ത്ഡേ കൂടെയാണ് ഇന്ന്. അപ്പോൾ എനിക്ക് ഈ ലൈഫിൽ അവൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ കൂടിയിട്ട് അവൾക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ രാവിലെ വെളുപ്പാങ്കാലത്ത് തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളോട് 6 മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു 5:30-5:45 ആ ടൈം ആയപ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഈ ഒരു സെയിം ഡേ തന്നെയാണ് നമ്മുടെ എമ്പുരാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഒച്ചയും ബഹളമൊക്കെ റോട്ടിൽ കാണാനുണ്ട് കേട്ടോ. നമ്മളെ ടൈം ഒട്ടും വൈകിയിട്ടില്ല. നമ്മളൊക്കെ ആ കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരമൊന്നും വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. നമ്മൾ വന്നിട്ട് മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെയും കാലത്ത് തന്നെ നമ്മളവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെട്ടിയും പ്രമാണവും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് എടുക്കുന്നില്ല കേട്ടോ. എൻ്റെ ആ ഒരു ബാഗ് മാത്രമേ എടുക്കണുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ റിസപ്ഷനിലെത്തി നമ്മുടെ പേരും നാളും എഴുതി കൊടുക്കുന്ന കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ ലാബ് റൂമിലോട്ടാണ് പോണത് കേട്ടോ. അങ്ങനെ നമ്മളെ വഴി കാണിക്കാനായിട്ട് ഒരു സ്റ്റാഫിനെ കൂടെ അവർ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് പ്രകാരം നമ്മളിതാ ലേബർ റൂമിലെത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് യാത്ര പറച്ചിലും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറലൊക്കെ ആയിരുന്നേ. നിഫ്രകുട്ടനും നിഷുകുട്ടനൊക്കെ ഉമ്മ കൊടുത്ത് പെസിനോടും അനിയത്തിനോടും ഹസ്ബൻഡിനോടും എല്ലാം യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് അങ്ങ് കയറിയിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മക്കളുടെ കയ്യിലായിരുന്നു ഫോണ്. അപ്പോൾ നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പിനെ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര പ്രാവശ്യം അള്ളാഹിനെ സ്തുതിച്ചാലും മതിയാവില്ല കേട്ടോ. കാരണം നമ്മൾ മനസ്സിൽ എന്താണോ കരുതിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നെയാണ് പഠിച്ചത് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെയുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, കറക്റ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല. ഈ ഒരു നോർമൽ ഡെലിവറിയും സിസേറിയനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണല്ലോ. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പെയിന് വരുന്നുണ്ട്. എങ്കിലും നമുക്ക്, അതായത് നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ ഒരു കുഞ്ഞിനെ തൊടാൻ പോലും നമുക്ക് കഴിയണില്ല. പിന്നെ കറക്റ്റായിട്ട് തൊട്ട് അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് പാലൊക്കെ കൊടുത്ത് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2 ദിവസം പിടിക്കും. അപ്പോൾ ആ ഒരു സങ്കടം ഫസ്റ്റത്തെ 2 ദിവസം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അങ്ങ് ഫീഡ് ചെയ്യാനും കഴിയണില്ല, അതേപോലെ തന്നെ പാലും സെറ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ലാക്ടോജനാണ് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് എൻ്റെ ഉപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ആളോട് ഈ ജന്മം തീരാത്ത കടപ്പാടുണ്ട് നമുക്ക്. ഈ ഒരു സമയത്ത് നമുക്ക് താങ്ങും തണലുമായിട്ട് കൂടെ നിന്നതിന്. നിഷുവിനും നിഫ്രകുട്ടനും എന്തോ വലിയ നിധി കിട്ടിയ ഫീലാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും എന്തൊക്കെയേ ചെയ്യണമെന്ന് അറിയണില്ല. കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് നീച്ച് പോണില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2 ആളും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ കുഞ്ഞാപ്പിനെ കാണാൻ വരുന്ന തിരക്കായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് അവനെ എടുക്കണമുണ്ട്. കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങളാണെങ്കിലും എല്ലാം പടച്ചോൻ ഏകണ പോലെയാണ് എന്നാണല്ലോ പറയുക. ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ 27-ാമത് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്ന്, അപ്പോൾ ഒരു കുട്ടി നോമ്പ് തുറന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അനിയൻ കൊടുത്തെടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കലായിരുന്നു പതിവ്. ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് വെള്ളപ്പം എനിക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ പത്തിരി ആയിരുന്നു. പിന്നെ ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് എൻ്റെ പൊന്നോ, ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതായത് നമ്മുടെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ദിവസം നമ്മുടെ ട്യൂബും കാര്യങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു നടക്കണം. ഭയങ്കര പെയിനാണ്. അത് സഹിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു പെയിൻ അറിയുള്ളൂ. രാവിലെ നടക്കുന്ന സമയത്ത് നേരെ ചൊവ്വേ നിവരാൻ പോലും കഴിയണില്ലായിരുന്നേ. ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നടക്കാൻ പോണത് നമ്മുടെ കുഞ്ഞാപ്പിയുടെ
പേരിടൽ ചടങ്ങാണ് കേട്ടോ. ഇത് മൊത്തം 4 ദിവസത്തെ കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി 4ാമത്തെ ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ആവണത്. അപ്പോൾ അത് മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പല പല ദിവസങ്ങളിലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണിത്. അങ്ങനെ നമ്മുടെ കുഞ്ഞാപ്പിയുടെ പേര് വന്നിട്ട് എസിൻ ഐബക്ക് എന്നാണ് കേട്ടോ. ഒരു ബോയിൻ്റെയും ഒരു ഗേളിൻ്റെയും നെയിം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട് വന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ. കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന ടൈമിൽ തന്നെ എല്ലാം അങ്ങോട്ട് സെറ്റാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, റാഹത്തായി എന്ന് വേണമെങ്കിൽ പറയാം. എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ആലോചിക്കുന്നത്, ഡെലിവറി വിശേഷത്തിനേക്കാളും കൂടുതൽ നോമ്പ് തുറയാണല്ലോ എൻ്റെ വീഡിയോയിൽ നിന്ന്. എന്തേ കുട്ടിയുടെ കൈ കൊടുക്കണ്ട, എൻ്റെ കയ്യിൽ പോകുന്നില്ലേ? എനിക്ക് വേണ്ട, എനിക്ക് നോമ്പുണ്ടോ ലൈമേ? ഓ ഓ ഓ ഇല്ല. നോമ്പ് തുറക്കാൻ ഇന്ന് നമ്മുടെ കുഞ്ഞമ്മാനെ കൂടാതെ തന്നെ എൻ്റെ ഉപ്പച്ചിയുടെ ചെറിയ പെങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇരട്ടി മധുരമായതുകൊണ്ട് ഒന്നും കൂടെ അങ്ങ് ഉഷാറാക്കി. പിന്നെ ഇത് ഡേ 3 ആണ്, പിറ്റേ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആവും കൂടെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്നാക്സും പിന്നെ ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. നിഷുവിൻ്റെ ഡെലിവറി ടൈമിൽ ഞാനൊരു ബിരിയാണിയൊക്കെ കഴിച്ചത് ഏകദേശം എൻ്റെ 40 ആവാൻ നേരത്താണ് കേട്ടോ. ഇത്തവണ അങ്ങനെയൊന്നല്ല, ഞാൻ എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ട്, ഒരു സീനും ഇല്ല ഇതുവരെ, അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ തന്നെ ബിരിയാണി, അതായത് നമ്മുടെ ഈ ഒരു സെയിം ഡേ 3ാമത്തെ ദിവസം തന്നെ ഞാൻ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം അമ്മായിയും ശതമോളും കൂടെ പോവാൻ നിന്ന നേരത്തതാ നമ്മുടെ നിഫ്രകുട്ടനും നിഷുക്കുട്ടനും കൂടെ കൂടിയിട്ടുണ്ട്. അവർക്ക് നിഷമ്മായി എന്ന് വെച്ചാൽ അത്രയും കാര്യമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയി നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവരുടെ കൂടെ വലിഞ്ഞു കയറി പോകുന്നുണ്ട്. നമ്മൾ അഡ്മിറ്റായി 4ാമത്തെ ദിവസമാണ് നമ്മൾ ഡിസ്ചാർജ് ആവുന്നത്. ആ ഒരു ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ അന്ന് മോർണിംഗിൽ തന്നെ നല്ല ഇളം വെയിലുണ്ട്. നമ്മളെ കുഞ്ഞാപ്പീനെ നമ്മളിതാ റൂമിൽ ഇരുന്നിട്ട് തന്നെ വെയിൽ തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് കണ്ണിനകത്ത് ചെറിയൊരു മഞ്ഞയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ വെയിലൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. ഡിസ്ചാർജിൻ്റെ ആ ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ എന്താ പറയുക, ഭയങ്കര ബിസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആകെക്കൂടെ മൊത്തം ഭ്രാന്ത് പിടിച്ച് പോയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഉപ്പച്ചിതാ എനിക്ക് ചായയൊക്കെ എടുത്ത് തരുന്നുണ്ട്. നൂലപ്പായിരുന്നു, അതിലോട്ട് കടലക്കറി ഉണ്ട് കേട്ടോ. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ ഏകദേശം ഉച്ചയായപ്പോഴേക്ക് നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഒരു 3 മണി ഒക്കെ ആവുന്ന ആ ഒരു ടൈം ആയപ്പോഴേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടോ. അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു. പഠിച്ചവൻ്റെ അനുഗ്രഹം നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. കാരണം ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ ചെയ്യാന്നുള്ള ആ ഒരു ടെൻഷനായിരുന്നു. ഒരു വാതിലടയുമ്പോൾ ഒരു വാതിൽ തുറക്കുന്നൊക്കെ അല്ലേ പറയാറ്. എന്തായാലും നമ്മൾ കുടുങ്ങിയില്ല, എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ നടന്ന്. അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഡെലിവറി വ്ളോഗ്. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.